എനിക്ക് ചോദിക്കാനുള്ളത് CPIM-ന്റെ പ്രതിനിധിയോടാണ്. നോക്കൂ, നമുക്കറിയാലോ ഇവിടെ പാലക്കാട് മണ്ഡലത്തിനകത്ത് സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി 2013 പറഞ്ഞൊരു പരാമർശം നമുക്കറിയാം. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലുത്, ഭൂരിപക്ഷ വർഗീയത വലുതല്ല, അതുകൊണ്ട് ചെറുക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയ എന്ന് വെച്ചാൽ BJP-യോട് പ്രത്യക്ഷത്തിൽ സന്ധി ചെയ്യുകയാണ് നിങ്ങൾ. കഴിഞ്ഞില്ല, തീർന്നില്ല. ആ ചോദ്യത്തോട് മറുപടി. BJP-യോട് രാജ്യത്ത് കൃത്യമായി സന്ധി ചെയ്യുന്നത് ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ശശി തരൂർ MP പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടന്ന മറുപടി പറഞ്ഞു. കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്ത് BJP-ക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാവും BJP-യുടെ പേരിൽ 10 വോട്ട് തികച്ചില്ലാത്ത വയനാട് മണ്ഡലത്തിലേക്ക് റായ്ബറേലിയിൽ നിന്ന് അമേഠിയിൽ നിന്ന് വണ്ടി കയറി നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു. നിങ്ങളുടെ ദേശീയ നേതാവല്ലേ? നേതാവാണ് ആനിരാജ, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്, മലയാളിയാണ്, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്, കേരളത്തിനകത്ത് പേരുള്ള നേതാവാണ്. അവര് തീർച്ചയായും മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു ദേശീയ നേതാവ് എന്ന നിലയ്ക്ക് കേരളം പോലെ. ആനിരാജ ആരോടാണ് മത്സരിക്കുന്നത്? ആനിരാജ മത്സരിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്ത് BJP-ക്കെതിരായി. BJP-ക്ക് സംസ്ഥാന സ്ഥാനാർത്ഥിയില്ലേ? എവിടെ? BJP 4% തികച്ചെടുക്കാനില്ല വയനാട്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് അല്ലല്ല, നിങ്ങൾ ഇപ്പൊ നേരത്തെ ഇത് BJP പ്രതിനിധി ചോദിക്കേണ്ട ചോദ്യം ഞാനങ്ങ് ചോദിക്കുക. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ബീഹാറിൽ പോയി രാഹുൽ ഗാന്ധിയുടെ വലത്തെ കൈ പിടിച്ചത് ആരാന്നറിയാമോ? ഈ ആനിരാജയുടെ ഭർത്താവാ D രാജ, CPI പ്രതിനിധി. ഇവിടെ എത്തിനാ 2004 ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ 68 MP-മാരുടെ പിന്തുണ നൽകി. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. BJP-യുടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ആരുമായും സഹകരിക്കും. നിലപാടാണ് രാജ്യത്ത് കോൺഗ്രസ്. രണ്ടുപേരെ ഇവർ ഒരു മുന്നണിയാണ്.